വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലൻ എറണാകുളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലെത്തിയത് ഉച്ചയ്ക്ക് 12:40-ന്. ചെന്നൈ ഓഫീസിലെ മാരത്തൺ ചോദ്യം ചെയ്യലിനും പരിശോധനകൾക്കും പിന്നാലെയായിരുന്നു ഇഡിയുടെ തുടർ നീക്കം. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും സിനിമയിൽ പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു മാതൃഭൂമി ന്യൂസിനോടുള്ള ഗോകുലം ഗോപാലന്റെ ആദ്യ പ്രതികരണം. എന്താണെന്നറിയില്ല, എനിക്കതിനെപ്പറ്റൊന്നും അറിയില്ല. നോട്ടീസിൽ എന്താണ് ഐഡി പറയുന്നത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ കറക്റ്റായിട്ട് സിനിമ എന്ന വ്യവസായത്തിന് മാത്രം നോക്കിയിട്ടുള്ളൂ. ഇഡി ഓഫീസിലെ ചോദ്യം ചെയ്യൽ നീണ്ടത് 6 മണിക്കൂർ. ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണോ ഇഡിയുടെ നടപടി എന്ന ചോദ്യത്തിന് പുറത്തിറങ്ങിയപ്പോൾ മറുപടി ഇങ്ങനെ. അല്ല ഞാൻ പറയാം, എനിക്ക് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എന്നോട് ചോദിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ചുമതല എനിക്കുണ്ട്. അതിപ്പോൾ നടന്നു കഴിഞ്ഞു, എത്ര മാത്രമേ എനിക്ക് പറയാം. 2022-ലാണ് ഗോകുലം ഗോപാലനെതിരെ ഇഡി അന്വേഷണം ആരംഭിച്ചത്. RBI ഫെമ ചട്ടങ്ങൾ ഗോകുലം ഗ്രൂപ്പ് ലംഘിച്ചതായി ഇഡി കണ്ടെത്തിയിരുന്നു. ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ചിട്ടി സ്ഥാപനം വഴി 590 കോടിയോളം രൂപയുടെ വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം നടന്നതായാണ് ചെന്നൈയിൽ നടന്ന പരിശോധനകൾക്ക് പിന്നാലെ ഇഡി വ്യക്തമാക്കിയത്. ഈ പണം സിനിമാ മേഖലയിൽ നിക്ഷേപിച്ചു എന്നതും ഇഡി പരിശോധിക്കുന്നുണ്ട്. എന്നാൽ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ അതിന്റെ നിർമ്മാതാവായ ഗോകുലം ഗോപാലിനെതിരെ ഇഡി സജീവമാകുന്നത് വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ട്. ചെന്നൈ ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനും പരിശോധനയ്ക്കും പിന്നാലെയാണ് കൊച്ചിയിലെ ഓഫീസിൽ 6 മണിക്കൂർ ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തത്. എമ്പുരാൻ സിനിമയുമായി ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെയായിരുന്നു ഗോകുലം ഗോപാലന്റെ മടക്കം. വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. ക്യാമറമാൻ നിഖിലിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.